ഹലോ ഗൈസ്, 25 മിനിറ്റ് നേരത്തെ എത്തിയെന്ന് പറഞ്ഞു, ഇൻ്റർവ്യൂവിന് നേരത്തെ എത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ഒരാളുടെ അവസരം നഷ്ടപ്പെട്ടു. ഓക്കെ, ഇത് നടന്നൊരു സംഭവമാണ്. ഇത് വെച്ച് നമ്മൾ നോക്കുമ്പോൾ ചില കമ്പനിയിൽ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അതായത് ലോകത്തൊന്നുമില്ലാത്ത കുറേ നിയമങ്ങളും ഒരു കമ്പനിയിൽ വിളിക്കുന്നതിനെക്കാട്ടി നേരത്തെ എത്തുന്നത് പല കാരണങ്ങളുണ്ടായിരിക്കാം. അതായത് എന്തുകൊണ്ടായിരിക്കാം, നമ്മൾ നേരത്തെ ഇറങ്ങും അല്ലേ, എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഇറങ്ങുന്നതാണ് നല്ലത്. ധൃതി വെക്കാതുണ്ട്, സ്പീഡിന് പോകാതുണ്ട്. ഇത് നേരത്തെ ഇറങ്ങുന്നതാണ് എന്തുകൊണ്ട് സേഫ്, നമ്മളുടെ ആരോഗ്യത്തിന് സേഫ് അത് തന്നെയാണ്. നമ്മൾ സ്പീഡിന് വണ്ടി പിടിച്ച് പോകണ്ട. ഓക്കെ, ഹറിവറിന്ന് പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ പല പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ മറക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെയെങ്കിലും അത്യാവശ്യത്തിന് പോകുന്ന സമയത്ത് നേരത്തെ ഇറങ്ങാറുണ്ട്. എക്സാം, ഇൻ്റർവ്യൂ കണക്കുള്ള കാര്യങ്ങൾക്ക് പ്രത്യേകിച്ച്. ഓക്കെ, അപ്പം അതുകൊണ്ടായിരിക്കാം ഇദ്ദേഹവും നേരത്തെ എത്തി. പക്ഷേ ഈ പറഞ്ഞതുപോലെ എന്താണ്, അദ്ദേഹത്തിന് അതുകൊണ്ട് അവസരം നഷ്ടപ്പെട്ടു. കാരണം താമസിച്ച് ഇൻ്റർവ്യൂവിന് ചെല്ലുന്ന സമയത്ത് ചിലപ്പം ക്യാൻസൽ ചെയ്യാറുണ്ട്. ഓരോ ആളുകളെ അങ്ങനെ പറഞ്ഞിടാറുണ്ട്. വളരെ റയറായിട്ട്. ഓക്കെ, അങ്ങനെ എല്ലാ കമ്പനീസും ഒന്നും ചെയ്യാറില്ല. മിക്ക കമ്പനീസും പറഞ്ഞ ചെറുതായിട്ട് അവർ പറയുന്ന സമയത്തിനെക്കാട്ടി കുറച്ച് താമസിച്ചാലും ആളെ കയറ്റും. അത്യാവശ്യം ആളെ കിട്ടാൻ പാടുള്ള കമ്പനികളൊക്കെയാണെങ്കിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം ചിലപ്പോൾ ഇൻ്റർവ്യൂ വിളിക്കുമ്പോൾ ആളുകൾ കുറവായിരിക്കും. നല്ല കൂടുതലുള്ള കമ്പനിയാണെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കട്ട് ഓഫ് ടൈം വെച്ച് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ആരും എടുക്കില്ല. ഓക്കെ, അത് ഡിപ്പെൻസ് അപ്പം എന്താണ്, കാരണം മനുഷ്യരല്ലേ, ചിലപ്പോൾ താമസിക്കുകയൊക്കെ ചെയ്യാം. ഒരു എക്സാമിനൊക്കെ നമ്മൾ താമസിച്ച് കഴിഞ്ഞാൽ അവർ കയറ്റും ഇല്ല. മിക്ക എക്സാമിനും പബ്ലിക് എക്സാംസിനും അങ്ങനെ കയറ്റില്ല. അപ്പോൾ അത് കണക്ക് തന്നെയാണ് ഈ പറഞ്ഞതുപോലെ ഇൻ്റർവ്യൂവിൻ്റെ കേസ്. പക്ഷേ നേരത്തെ വന്നെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ അങ്ങനെയുള്ള കമ്പനി കയറാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഓക്കെ, ചില കമ്പനിയിലൊക്കെ വളരെ ടോക്സിക് ആയിട്ടുള്ള, ചില കമ്പനിയിലെ മിക്ക കമ്പനികളിലും അങ്ങനെ ചില ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കാറുണ്ട്. ഓക്കെ, പിന്നെ ടൈമിങ്ങിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും ചിലയിടത്തൊക്കെ അവർ പറയുന്ന ടൈമിങ്ങിനെക്കാട്ടിയും എന്താണ് 9 മണിക്കൂർ കൂടുതൽ വർക്ക് ചെയ്യേണ്ടുന്ന ജോലികളുള്ള ഒരുപാട് ഫേമുകളുണ്ട്. ഓക്കെ, ചില ഇൻഷുറൻസ് അല്ല, ഈ ഫിനാൻസ് കമ്പനികളൊക്കെ ഉണ്ടല്ലോ, അവർ ഈ പറഞ്ഞ 12 മണിക്കൂറൊക്കെ ഇട്ട് വർക്ക് ചെയ്യിപ്പിക്കുന്ന ആളുകളുണ്ട്. ഓക്കെ, രാവിലെ 7 മണി തൊട്ടൊക്കെ സ്റ്റാർട്ട്. ഇത് പറയുന്നത് 4:30 4:30ക്കൊന്നും കഴിയത്തില്ല, 5 മണിക്കും കഴിയത്തില്ല, 6 മണിക്കും കഴിയത്തില്ല, അങ്ങനെ പോകും. 8 മണി 9 മണി വരെയൊക്കെ ഇരിക്കുന്ന ആളുകളുണ്ട്. ഈ കളക്ഷന് പോകുന്ന ആളുടെ കാര്യമൊക്കെയാണ് പറയുന്നത്. പിന്നെ ചില ഇൻ്റർവ്യൂവിനൊക്കെ വരുന്ന സമയത്ത് വേണ്ടുന്ന വെള്ളം പോലും ആവശ്യത്തിന് കൊടുക്കത്തില്ല. എനിക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതൊരു കോളേജാണ്. ഓക്കെ, കോളേജ് ഇൻ്റർവ്യൂവിന് ചെന്ന സമയത്ത് അവർ രാവിലെയാണ് വെച്ചിരുന്നത്. ഇൻ്റർവ്യൂ വെച്ചിരുന്നത് രാവിലെയാണ്. അവർ വിളിച്ച് തുടങ്ങിയപ്പോൾ തന്നെ ഉച്ച കഴിഞ്ഞു. എന്നിട്ട് പോലും അവിടെ ബേസിക്കായിട്ട് വെള്ളം പോലും അവർക്ക് കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ചിലയിടത്തൊക്കെ വേറൊരു രീതിയാണ്. അതായത് അവർ റിഫ്രഷ്മെൻറ്റ്സ് ഉൾപ്പെടെ അവർ പ്രൊവൈഡ് ചെയ്യും. വരുന്ന ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വരുന്ന ആളുകൾക്ക്, കാൻഡിഡേറ്റ്സിന് അവർ ചായയോ കടിയോ അത് ഉൾപ്പെടെ കൊടുക്കുന്ന ആളുകൾ. അത് ഡിപ്പെൻസ് അപ്പോൺ പല കമ്പനിയെ ബേസ് ചെയ്തിട്ട് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, പിന്നെ ചിലയിടത്തൊക്കെ ചെല്ലുമ്പോഴേക്കും നമ്മൾക്കുള്ള പെരുമാറ്റം മോശമായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. കമ്പനി ബേസ് ചെയ്തിട്ട് മാറും. അപ്പം പിന്നെ ഈ പറഞ്ഞതുപോലെ വേറൊരു കാര്യം, ഇപ്പം ഈ പറഞ്ഞത് 25 മിനിറ്റ് മുന്നേ എത്തിയെന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു അവസരം നഷ്ടപ്പെട്ട ആളുണ്ടല്ലോ. ചിലയിടത്ത് ഈ പറഞ്ഞതുപോലെ ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞ്, ചിലയിടത്ത് അത് നമ്മൾ പൊതുവെ കാണുന്ന സംഭവമാണ്, ഇൻ്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞാലും റിപ്ലൈ കൊടുക്കത്തില്ല. ഓക്കെ, അതായത് നമ്മൾ സെലക്ട് ആയോ ഇല്ലയോ, ചിലപ്പോൾ അവർ പറയും, ചിലപ്പോൾ അവർ നമ്മൾ ഓൾറെഡി ഇങ്ങനെ പറഞ്ഞിരിക്കും. അതായത് നമ്മൾ സെലക്ട് ആയെങ്കിൽ മാത്രമേ വിളിക്കത്തുള്ളൂ, അങ്ങനെ പറഞ്ഞിരിക്കും. അതിനൊന്നും കുഴപ്പമില്ല, അങ്ങനെ പറയുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ചിലയിടത്ത് നമ്മളത് കിട്ടുമെന്ന് കൊണ്ട് വെയിറ്റ് ചെയ്തിരിക്കും. പിന്നെ വേറെ ചില സ്ഥലങ്ങളിൽ ഈ പേരിന് വേണ്ടിയിട്ട് നടത്തും. നമ്മൾ ദൂരെ നിന്നൊക്കെ ആയിരിക്കും വണ്ടി പിടിച്ച് പോകുന്നത്. അവർക്കറിയാം ഈ ഇത്രയും വേക്കൻസിയേ ഉള്ളൂ, പക്ഷേ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഇന്ന ആളിലാണ് വേണ്ടത്, അവർ കണ്ടാൽ എല്ലാവരെയും വിളിക്കും. പിന്നെ ചില സ്ഥലങ്ങളിൽ അവർക്കറിയാം ഇന്ന ഡിഗ്രി ഉള്ള ആളുകളൊന്നും ഈ ഒരു പണിക്ക് വരത്തില്ല, പക്ഷെ ഇല്ലാത്ത കുറേ കാര്യങ്ങൾ കാണിച്ചിട്ട് നമ്മളവിടെ എത്തിച്ചതിന് ശേഷമായിരിക്കും നമ്മൾ മനസ്സിലാകുന്ന ഇതാണ് നമ്മളവിടെ ജോയിൻ ചെയ്തില്ല. ഇത് പറഞ്ഞാൽ നമ്മളുടെ അത്രയും സമയം നഷ്ടമാണ് ഇല്ലേ, നമ്മളുടെ പൈസ നഷ്ടമാണ്. അങ്ങനെയും കുറേ കമ്പനികളൊക്കെ ഉണ്ട്. അവർക്കറിയാം ഓക്കെ ഇന്ന ക്വാളിഫിക്കേഷൻ ഉള്ള ആളൊന്നും അല്ലെങ്കിൽ ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ആളൊന്നും ഈ ഒരു ജോലിക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത്. പക്ഷേ എങ്കിലും എന്ത് ചെയ്യും, അവരിതാണ് പോസ്റ്റ് ആളെ വിളിപ്പിക്കും. എന്നിട്ട് അവിടെ എത്തുമ്പോഴാണ് ഇന്ന കാര്യങ്ങളൊക്കെയാണ്, അത് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലും അവർ പോസ്റ്റ് ഇടും. ഓക്കെ, അവിടെ ചിലപ്പോൾ അതായിരിക്കത്തില്ല, അവർ കൊടുത്തേക്കുന്ന പോസ്റ്റേ ആയിരിക്കത്തില്ല, പണിയായിരിക്കത്തില്ല നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ സാലറിയുടെ കാര്യം അവിടെ എത്തുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത്, അവർ അത്രയും സാലറി കൊടുത്തിരിക്കുന്നത് കമ്മീഷൻ ബേസ്ഡ് ആയിരിക്കാം. അതായത് ഉള്ള സാലറിയുടെ കൂടെ കമ്മീഷനോട് ചേർത്തിട്ടുള്ള എമൗണ്ട് ആയിരിക്കും അവർ കൊടുത്തിരിക്കുന്നത്. ചിലത് ബേസ്ഡ് അപ്പോൺ ദ പെർഫോമൻസ് ആയിരിക്കാം. അങ്ങനെ കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ട്.
പറയാൻ എന്താണെന്ന് വെച്ചാൽ അങ്ങനെയും ഒരു കമ്പനികളുണ്ടെന്നുള്ളതാണ്. അപ്പം ഈ ഇൻ്റർവ്യൂക്ക് അറ്റൻഡ് ചെയ്യാൻ പോകുന്നതിന് മുമ്പായിട്ട് ആ കമ്പനിയെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. പിന്നെ നമ്മൾ ഈ ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സിൻ്റെ കാര്യം നമ്മൾ കണ്ടതാണ്. ആ വാർത്ത എങ്ങനെ മുങ്ങിപ്പോയി. ഓക്കെ, കാരണം അതിൻ്റെ പിന്നിൽ വമ്പന്മാരായതുകൊണ്ട് തന്നെയാണ്. കാരണം ഇത്രയും ആളുകൾ ആ കമ്പനിക്കെതിരെ സംസാരിച്ചിടക്കി കൂടി തൊഴിൽ മന്ത്രിക്ക് ഇടപെട്ടത് തന്നെയാണ്. അപ്പം തന്നെ അവിടുന്ന് മറ്റേ എന്താണ് ലേബർ കമ്മീഷനിൽ നിന്നൊക്കെ ഇത് വന്ന് എന്താണ് അവിടെ തൊഴിൽ പീഡനം നടന്നിട്ടില്ല എന്നുള്ള രീതിയിൽ അപ്പോൾ തന്നെ റിപ്പോർട്ട് വന്നു. പിന്നെ ശിവൻകുട്ടി അപ്പോഴേ പറയുകയും ചെയ്തു മറ്റേ അത് ക്ലിയർ അല്ല, അതിനകത്ത് എന്തോ പ്രശ്നമുണ്ട്, ഒന്നുകൂടെ അന്വേഷിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ എന്തായെന്നൊരു ഐഡിയ ഇല്ല അതിനെക്കുറിച്ച്. പിന്നെ അന്വേഷണം മുന്നോട്ട് പോയില്ലെന്ന് തോന്നുന്നു. ഓക്കെ, ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്, നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇതൊക്കെയാണ്. എന്ത് ചെയ്യാനാ നോക്കാം.